ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് മാത്സ് സ്റ്റേറ്റ് സിലബസിലെ പേഴ്സ് ഓഫ് ഈക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 11ലുള്ള 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു പോവാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees, okay, 1 lakh rupees in 2 different schemes with interest rates 7% and 6%. ഓക്കെ, 1 ലക്ഷം രൂപ രണ്ട് ബാങ്കുകളിൽ അല്ലെങ്കിൽ രണ്ട് പദ്ധതികളിലായിട്ട് നിക്ഷേപിച്ചു. ഒരു സ്ഥലത്ത് 7%, മറ്റേ സ്ഥലത്ത് 6%മാണ് പലിശ നിരക്ക്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് പദ്ധതിയിൽ നിന്നും ആൾക്ക് ടോട്ടല് 6750 രൂപ കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലത്തും എത്ര രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആദ്യം ബാങ്കിങ്ങിൽ എന്താണ് സംഭവം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിലിവിടെ പറയുന്നത് നോർമൽ ഇൻട്രസ്റ്റിന്റെ കാര്യമാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. ഓക്കെ, അപ്പോ നിങ്ങളൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? I=P/N/100 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അത് മറന്നുപോയെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. ഓക്കെ, പലിശ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കടമെടുക്കുന്ന ലോൺ എടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയാ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ കാലാവധിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എൻ. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത് ഏത് റേറ്റിലാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോ 1000 രൂപ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ആ നിക്ഷേപിക്കുന്ന തുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോ 1000 പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ ആണ് അല്ലെ? ഇനി അടുത്തത്, നിങ്ങൾ ഈ 1000 രൂപ ഇടുന്നത് 2 വർഷത്തേക്കാന്ന് വിചാരിക്കുക. ആ കാലാവധിയാണ് n, നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാങ്ക് വേണമെങ്കിൽ 1000 രൂപ ഇട്ടാല് 5% പലിശ തരാം, 10% തരാം, 8% തരാം. എല്ലാം അത് ഓരോ ബാങ്കിനനുസരിച്ചിരിക്കും. അപ്പൊ എത്ര പെർസെന്റേജിലാണ് ഈ 1000 എന്നുള്ളത്, എത്ര പെർസെന്റേജിലാണ് ഓരോ വർഷവും കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടി വരുന്നത് എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതെപ്പോഴും പെർസെന്റേജിലായിരിക്കും. ഇപ്പോ ഈ ബാങ്ക് 5% ആണ് തരുന്നതെങ്കിൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 5%. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നു നോക്കിയാലോ. ഇപ്പോ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് അഥവാ പലിശ, ഓക്കെ, നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാവും നോക്കാം. അപ്പോ I=P/N/100 ആണ് ഇക്വേഷൻ. അതിൽ P എന്ന് പറയുന്നത് 1000, ഓക്കെ, N എന്ന് പറയുന്നത് 2 ആണ്, R എന്ന് പറയുന്നത് 5% ആണ്. അത് കൊടുത്തു ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതിൽ 100ലെ 100ഉം ഇവിടെ 1000 ഇത് 100 വെട്ടിക്കളയുമ്പോൾ 00 വെട്ടിക്കളയുമ്പോൾ ബാക്കി 10 ആണുള്ളത്. 10 × 2 20, 20 × 5 100. ഇതിനർത്ഥം 1000 രൂപ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ഒരു 100 രൂപ കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. അതായത് 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ 1100 രൂപ ആയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ ഒരു പരിപാടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്തത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, പ്രോബ്ലത്തിൽ പറയുന്നത് എന്താ? എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 10,000 അല്ലല്ലോ, അത് 1 lakh അല്ലേ? ഓക്കെ, 1 lakh rupees in 2 different schemes. ഓക്കെ, 1 ലക്ഷം രൂപ 2 ഡിഫറെന്റ് സ്കീമിൽ നിക്ഷേപിച്ചു. അപ്പോ 2 സ്കീം ഉണ്ട്. ആ 2 സ്കീം കൂടി ടോട്ടൽ ആണ് 1 ലക്ഷം രൂപ. അപ്പോ ഒന്നാമത്തെ സ്കീമില് ഈ 1 ലക്ഷത്തിൽ നിന്ന് എത്ര രൂപ നിക്ഷേപിച്ചത് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ സ്കീമിലേക്ക് കൊണ്ടുവന്നിട്ട എമൗണ്ട് എക്സ് എന്ന് എടുത്തു. ഞാനിത് പ്യുവർ, അതായത് എക്സും വൈയും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വേണമെങ്കിൽ എക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യാം, 2 രീതിയിലും ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ അത് എക്സും വൈയും വെച്ച് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. അപ്പൊ ഒരു സ്കീമിൽ കൊണ്ടുപോയത് നിക്ഷേപിച്ച എമൗണ്ട് എക്സ് എന്ന് എടുത്തു, മറ്റേ സ്കീമിൽ നിക്ഷേപിച്ച തുക വൈ എന്ന് എടുത്തു. ഇയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഈ 2 സ്ഥലത്തും കൂടി നിക്ഷേപിച്ച ആകെ എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മള്
1 ലക്ഷം 5 പൂജ്യം അല്ലേ? ഓക്കെ, 5 പൂജ്യം ഉണ്ട്. ഇങ്ങനെയാണ് ഇട്ടത്. അപ്പോ 1 ലക്ഷം രൂപ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു. പകുതി പകുതിയല്ല, 50,000 അല്ല, എങ്ങനെയോ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടു. അപ്പൊ ടോട്ടൽ 1 ലക്ഷം രൂപ. നിങ്ങൾ എക്സും വൈയും ഓൾറെഡി നിങ്ങൾ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ചാപ്റ്ററിൽ എക്സ് വൈ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. എക്സും വൈയും ഉള്ള ഒരു ഇക്വേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്പർ ഇട്ട് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും അല്ലെ? ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ചോദ്യം വായിച്ച് മുന്നോട്ട് പോവാം. ആദ്യത്തെ ബാങ്കില് അയാൾക്ക് കിട്ടുന്നത് 7% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാനൊന്ന് 2 സ്കീമായിട്ട് തിരിക്കുകയാണ്. ഇതിനെ 2 സ്കീമായിട്ട് തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റില് നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ് ആണ്, സെക്കൻഡിൽ നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് വൈ ആണ്. ഓക്കെ, ഫസ്റ്റിലും സെക്കൻഡിലും കാലാവധി 1 വർഷമാണ് അല്ലെ? 1 വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആഫ്റ്റർ 1 ഇയർ കാലാവധി 1 വർഷമാണ്. ഒന്നാമത്തേതിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ 7%, രണ്ടാമത്തിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന് പറഞ്ഞു. ഇനി ഒന്നാമത്തേതിലെ ഇൻട്രസ്റ്റ് I1 എടുത്തു, അത് നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തേതിലെ ഇൻട്രസ്റ്റ് I2 എടുത്തു. രണ്ടും കൂടി ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ദേ ഗോട്ട് 6,750 6,750 rupees as interest from both these together. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻട്രസ്റ്റും രണ്ടാമത്തെ ഇൻട്രസ്റ്റും കൂടി ടോട്ടൽ ആണ് 6,750 കിട്ടിയത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻട്രസ്റ്റ് I1 ഞാൻ എടുത്തു. I1 ഈക്വൽ ടു PNR/100 എന്ന് പറയുമ്പോൾ P X ആണ്. എന്റെത് പറയുന്നത് 1 വർഷം, R എന്ന് പറയുന്നത് 7/100 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇൻട്രസ്റ്റ് 7x/100 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. I2 ഈക്വൽ ടു PNR/100 കൊടുക്കുമ്പോൾ PY ആണ്. എന്റെ കാലാവധി 1 വർഷമാണ്. പെർസെന്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് ബൈ 100. അപ്പൊ അതായത് നമുക്ക് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് I2 എന്ന് പറയുന്നത് 6y/100 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ I1 നമുക്ക് 7x/100 I2 നമുക്ക് 6y/100 കിട്ടി. ടോട്ടൽ ഇൻട്രസ്റ്റ് 6,750. ഇപ്പോ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 2 സ്ഥലത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് നേരെ ആഡ് ചെയ്യാം, നേരെ കൂട്ടാം. അതായത് ഇതിന് നമുക്ക് എന്ത് എഴുതാം? 7x + 6y, സോറി 6x അല്ല, 7x + 6y ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 6,750 എഴുതാം. ഇങ്ങനെ കിടക്കുമ്പോ എക്സും വൈയും ഉള്ള ആൾക്കാർ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്, കൂടാതെ ഒരു 100 എന്നുള്ള നമ്പർ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്പേഴ്സിലേക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തട്ടാം. ഓക്കെ, ഇപ്പുറത്തെ എക്സും വൈ വേരിയബിൾസ് മാത്രം ലെഫ്റ്റിൽ മതി, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലേക്ക് തട്ടാം. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് തട്ടുമ്പോ ബൈ 100 നേരെ സമത്തിന്റെ അപ്പുറത്തേക്ക് തട്ടുമ്പോ എന്തായി മാറും? *100 ആയി മാറും. അപ്പൊ 7x + 6y ഈക്വൽ ടു 6,750 × 100. ഓക്കെ, 6,750 × 100, അതായത് 7x + 6y ഈക്വൽ ടു 6,750 × 100 6,750 100 വരുമ്പോൾ 2 0 കൂടി വരും. അതായത് 6,75,000 rupees ആയി അല്ലെ? 6,75,000 രൂപയായി. ഓക്കെ, അപ്പൊ എക്സും വൈയും ഉള്ള അടുത്ത ഇക്വേഷൻ കിട്ടിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ നമ്പർ ഇട്ട് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? x + y ഈക്വൽ ടു 1 lakh. x + y ഈക്വൽ ടു 1 lakh. ഓക്കെ, 10,000 അല്ലേ ഉള്ളൂ, 1 lakh. ഓക്കെ, അടുത്തത് 7x + 6y ഈക്വൽ ടു 6,75,000 rupees. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത്രയുള്ള സംഭവം. ഇനി നമുക്ക് നോക്കിയേ, വേരിയബിൾസ് നോക്കാം. എക്സിന്റെ കാര്യം നോക്കാം. എക്സ് കോഎഫിഷ്യൻസ് സെയിം അല്ല, വൈയും കോഎഫിഷ്യൻസ് സെയിം അല്ല. അപ്പൊ കോഎഫിഷ്യൻസ് സെയിം അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ? ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആക്കണം അല്ലെ? അപ്പൊ സെയിം ആക്കാനുള്ള സൂത്രപ്പടി അറിയാലോ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇക്വേഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2ലുള്ള എക്സ്, ഇപ്പൊ എക്സ് ആണ് എനിക്ക് സെയിം ആക്കേണ്ടതെന്ന് വിചാരിക്കാം. എനിക്ക് വേണമെങ്കിൽ എക്സ് സെയിം ആക്കാം, വൈ സെയിം ആക്കാം. ഞാനിപ്പോ എക്സ് സെയിം ആക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എക്സ് സെയിം ആക്കാനായിട്ട് എക്സിന്റെ കൂടെ ഉള്ള കോഎഫിഷ്യന്റ് ഇവിടെ 7 ആണ്.
ആ 7 കൊണ്ട് നേരെ ഇവിടേക്ക് കൊണ്ടുവരാം. ആ 7 എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ഒരേപോലെ മൾട്ടിപ്ലൈ എന്ന് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒരേപോലെ ആ പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ പഠിച്ച കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ നേരെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തതില് ഇക്വേഷൻ എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ 7 into x എന്തായി, 7x ആയി. അത് പറയാ സ്റ്റെപ്പ് ചെയ്ത് തരാം. 7 into x വരും, അതുപോലെ 7 into y വരും, അതുപോലെ 7 into 1 lakh വരും അല്ലെ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പൊ എന്തായി മാറി ഇക്വേഷൻ, 7x plus 7y equal to 7 lakh എന്തായി. ഓക്കെ, 7 lakh എന്തായി. ഓക്കെ, 0ന്റെ ഡോക്ക് കറക്റ്റ് അല്ലേ, തെറ്റിപ്പോ ലാസ്റ്റ്. അപ്പൊ ഇക്വേഷൻ നമ്പർ, പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ. അപ്പൊ ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യാ, 3 കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എത്തേണ്ടത്. ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കാം, 3 നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ടാണ് ഇക്വേഷൻ നമ്പർ 3 അവസാനിച്ചത്. അതിന് പകരം വേറെ വല്ലതായിരുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ, ഇവിടെയുള്ള കോഎഫിഷ്യന്റ് കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വന്നാണ്. അതിവിടെ ആവശ്യം വന്നില്ല. ഓക്കെ, അല്ലാതെ തന്നെ നോക്കി ഇക്വേഷൻ നമ്പർ 3 നോക്കാം, ഇക്വേഷൻ നമ്പർ 2 നോക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്താ, 7x plus 6y equal to 6,75,000. ഇനി എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്താൽ പോരെ, സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് സംഭവിക്കും, 7x മൈനസ് 7x എന്തായി പോയി, ക്യാൻസൽ ആയി പോയി, 0 കിട്ടി. അതിനുശേഷം y നോക്കാം. y നോക്കിയേ, 7y ഉണ്ട്, 6y ഉണ്ട്. 7y മൈനസ് 6y, 7y മൈനസ് 6y എന്താണ്, 7y മൈനസ് 6y വരാ. 7y മൈനസ് 6y എന്താ, ഒരു y ഈക്വൽ ടു 7 ലക്ഷം മൈനസ് 6,75,000. കറക്റ്റ് കുറയ്ക്കാം. 0 കുറയ്ക്കുമ്പോൾ 0, 0 കുറയ്ക്കുമ്പോൾ 0, 0 കുറയ്ക്കുമ്പോൾ 0. 0 ആകുമ്പോൾ ഇവിടുന്ന് കണ്ടെടുത്തു, ഇവിടെ 10 വന്നു, അവിടുന്ന് വീണ്ടും കണ്ടെടുത്തു, ഇവിടെ 10, 10 5 കുറച്ചാൽ 5, ഇവിടുന്ന് കണ്ടെടുത്ത് 10 ആയി. വീണ്ടും എന്തായി, ഒരെവിടെ പോകുമ്പോൾ 9 അല്ലെ, 9 7 കുറച്ചാൽ 2, 25,000 വന്നു അല്ലെ. ഓക്കെ, അപ്പൊ 25,000 ആണ് y ആയിട്ട് കിട്ടുക. y എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സ്കീം ആയിരുന്നു നോക്കിയേ, y എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്കീം ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ സ്കീമിൽ 25,000 കിട്ടി. ഓക്കെ, ഇനി ഈ വൈയുടെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. ഇതിൽ ഏറ്റവും എളുപ്പം ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, 1,25,000 സ്കീം 1ലേക്ക് പോയാൽ ബാക്കി എത്രയായിരിക്കും, സ്കീം 2ലേക്ക് പോയാൽ ബാക്കി എത്രയായിരിക്കും, 75,000 ആയിരിക്കും മറ്റേ സ്കീമിൽ പോകും. ഒരു സ്കീമിൽ 25,000, അപ്പൊ മറ്റേ സ്കീമിൽ 75,000. വേണമെങ്കിൽ ചെയ്തിട്ട് നോക്കാം. അപ്പൊ y നമുക്ക് 25,000 കിട്ടിയിട്ട്, അപ്പൊ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ x പ്ലസ് വൈക്ക് പകരം 25,000 കൊടുക്കുക. 25,000 ഈക്വൽ ടു 1 lakh. ഓക്കെ, 1 lakh. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്താണ്, 1 lakh മൈനസ് പ്ലസ് 25 ഇപ്പുറം പോകുമ്പോ മൈനസ് 25,000. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, x ഈക്വൽ ടു 75,000. x 75,000. അപ്പൊ എക്സിന്റെ വാല്യൂ 75,000 കിട്ടി, വൈയുടെ വാല്യൂ 25. അപ്പോ അയാള് രണ്ട് സ്കീമിൽ, ഒരു സ്കീമിൽ ഇട്ടത് 75,000 രൂപയും മറ്റേ സ്കീമിൽ ഇട്ടത് 25,000 രൂപയുമാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് എക്സും വൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇത് എക്സും വൈ ഉപയോഗിക്കാതെ എക്സ് മാത്രം ഉപയോഗിച്ചും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോ ഒന്നാമത്തെ സ്കീമിൽ ഇട്ടത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ എന്താ, 1 ലക്ഷം മൈനസ് എക്സ് എന്നെടുത്തും ഇതേ രീതി ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് വരുമ്പോ എന്താണ്, ഇതുപോലുള്ള കാൽക്കുലേഷനിലേക്ക് മാറും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് 75,000 25,000 കിട്ടും. ഇതേ രീതിയിൽ ചെയ്യാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോ ഒരു രീതി എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യുന്ന രീതി ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നന്നായിട്ട് ചെയ്തു നോക്കാം, റിപ്പീറ്റ് ചെയ്ത്. ഞാൻ ഒറ്റ തവണയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ബൈ.